നമസ്കാരം. അധികാരത്തിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും ചെയ്യും, ഏത് നാറ്റക്കേസുകളും ചെയ്യും എന്നതാണ് CPM-ന്റെ ഒരു അജണ്ട എന്ന് കഴിഞ്ഞ കുറച്ചു കാലത്തെ അനുഭവങ്ങൾ കൊണ്ട് മലയാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്. ആ കേസ് ശരിക്കൊരു കേസാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. അത് വന്ന സമയം, അത് കൈകാര്യം ചെയ്ത രീതി, ഇത് രണ്ടും പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് അത് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാവും. അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന CPM-ന് ഏറ്റവും കൂടുതൽ പ്രശ്നമാകാൻ സാധ്യതയുള്ള, ഒരുപക്ഷെ ഭരണം തന്നെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള, സംസാരിക്കാൻ കഴിവുള്ള യുവാവായിട്ടുള്ള ഒരാൾ, അയാളെ മാറ്റി നിർത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ കേസുകൾ എന്ന കാര്യത്തിൽ ഇപ്പോൾ നല്ല വ്യക്തത വന്നിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ കേസ് ജനങ്ങൾ സംസാരിച്ചേനെ, അത് അതിന്റെ വഴിക്ക് പോയേനെ, അത് ഫോളോ അപ്പ് ചെയ്തേനെ, എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. CPM ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതിന് ഭരണമില്ല, സ്വാധീനമില്ല, അതുകൊണ്ട് തന്നെ അതങ്ങ് വിട്ടു. അതായത് ആ 3 സ്ത്രീകൾക്കും ഇനി നീതി വേണ്ട, ന്യായം വേണ്ട എന്നാണോ CPM പറയുന്നത്? അപ്പോൾ അതല്ലായിരുന്നു കാര്യം. അതുപോലെ സമാനമായിട്ടുള്ള മറ്റ് പല കേസുകളുണ്ട്, പല സന്ദർഭങ്ങളുണ്ട്. അതായത് തകർക്കുക, പ്രതിയോഗികളെ മുഴുവൻ തകർക്കുക, ഇനി അല്ലെങ്കിൽ പാർട്ടി എന്ത് തോന്നിയ ദിവസം കാണിക്കുക, ആരെയും കൊന്നുകളയുക എന്നുള്ള ഒരു രീതി പോലുമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ കഥ നമുക്കറിയാം. തിരുവനന്തപുരത്ത് ഇത്രയും വർഷത്തെ ഒരു കോർപ്പറേഷൻ ഭരണം, എത്ര കാലം ഇത് ഭരിച്ചതെന്ന് നമുക്കറിയാം. കേരള രാഷ്ട്രീയത്തില് ചരിത്രത്തിൽ ഇന്ന് വരെ നമ്മൾ അധികം കണ്ടില്ലാത്ത തരത്തിലുള്ള വലിയ രാഷ്ട്രീയ നാടകത്തിനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ദശകങ്ങളായി, നൂറ്റാണ്ടിലേറെ കാലം CPM-ന്റെ ഏകചക്രാധിപത്യത്തിന് കീഴിലായിരുന്നു ഈ കോർപ്പറേഷൻ എന്ന് മനസ്സിലാക്കണം. ഇത്രയും നീണ്ട ഭരണകാലം അത്രയും കോർപ്പറേഷൻ എന്നത് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണമേഖല, അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മേഖല. അത് വ്യക്തികൾക്കാണ്, പാർട്ടിക്കല്ല. വ്യക്തികൾക്ക് അവരുടെ തോന്നിയാസം കാണിക്കാനുള്ള ഒരു മേഖലയായിരുന്നു, അല്ലെങ്കിൽ ഒരു വരുമാന സ്രോതസ്സായിരുന്നു എന്ന്, അല്ലെങ്കിൽ അത് മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഭൂമി, കോർപ്പറേഷന്റെ വക ഭൂമികള്, മറ്റു വസ്തുവകളൊക്കെ തോന്നിയതുപോലെ കൈകാര്യം ചെയ്യുക, ഇങ്ങനെ നിരവധി മാർഗങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് CPM ഇത്രയും കാലം ലഭിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പാർട്ടി നേതാക്കള്, ബന്ധപ്പെട്ടവര്, പ്രാദേശിക നേതാക്കൾക്കടക്കം ഇത്രയും കാലം വാങ്ങിക്കൊണ്ടിരുന്നെന്ന് മനസ്സിലാക്കണം. അവിടെ അഴിമതി, ക്രമക്കേട്, ഇതൊക്കെ തികച്ചും സാധാരണമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചു. ആ വ്യവസ്ഥിതിയെ അട്ടിമറിച്ചുകൊണ്ടാണ് അപ്രതീക്ഷിതമായിട്ട് BJP ഇപ്പോൾ അധികാരം അവിടെ പിടിച്ചെടുത്തത്. മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ വളരെ സുതാര്യമായിട്ടുള്ള വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള മികച്ച പ്രവർത്തനങ്ങളാണ് കോർപ്പറേഷനിൽ ഇന്ന് നടന്നു വരുന്നത്. ഇത് CPM-ന് വലിയൊരു തിരിച്ചടിയാണ്. കാരണം കാലങ്ങളായിട്ട്, വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കോടിക്കണക്കിന് രൂപയുടെ അനധികൃത വരുമാനം ഒറ്റയടിക്ക് നിലച്ചുപോയി. അതുകൊണ്ട് തന്നെ നിലവിലുള്ള BJP ഭരണം എങ്ങനെയെങ്കിലും അവസാനിക്കണം, എങ്ങനെയെങ്കിലും അത് ഇറങ്ങിപ്പോണം. CPM-ന് തിരിച്ചു വീണ്ടും കോർപ്പറേഷന്റെ ഭരണം കിട്ടണം. അതിനു വേണ്ടിയിട്ട് തങ്ങളുടെ സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് അതിനുള്ള മാർഗങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം BJPക്ക് അവിടെ കേവലം 50 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. 2 സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭരണപക്ഷത്തെ ഏതെങ്കിലും ഒരു അംഗത്തെ പുറത്താക്കാൻ, അവരുടെ അംഗത്വം നഷ്ടപ്പെടുത്താൻ, മെമ്പർഷിപ്പ് റദ്ദാക്കാൻ കഴിഞ്ഞാൽ അവരെ താഴെ ഇറക്കാമെന്ന് CPM-ന്റെ വലിയൊരു പ്രത്യാശയും ലക്ഷ്യമാണ്. അവിടെയാണ് മറ്റൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദയം ചെയ്യുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ ബലിയാടാക്കിക്കൊണ്ട്, അയാളെ മൂലക്കരുത്തിക്കൊണ്ട് CPM രക്ഷ നേടാൻ വിചാരിച്ചെന്നുണ്ടെങ്കിൽ, അതേ രാഹുൽ മാങ്കൂട്ടം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അയാളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഇട്ടിട്ടുള്ള ആ വീഡിയോകൾ, ആ ചെറിയ വീഡിയോകൾ മാത്രം പിണറായി വിജയന്റെയും CPM-ന്റെയും നട്ടല് തകർത്തതായിട്ട് പിന്നീട് നമ്മൾ കാണുന്നത്. അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വണ്ണം, തല ഉയർത്താൻ പറ്റാത്ത വിധമുള്ള ഒരു തിരിച്ചടി 10-13 മന്ത്രിമാർക്ക് നിയമസഭ കാണാൻ കഴിയാതെ, എന്ന് പറഞ്ഞാൽ അമ്പെ പരാജയപ്പെട്ട, ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ഒരു തോൽവി അവരേറ്റുവാങ്ങി. ഏതാണ്ട് സമാനമായി രാഹുൽ മാങ്കൂട്ടത്തിനെ മൂലക്കിരുത്താൻ അവർ പ്രയോഗിച്ച അതിനെ മറ്റൊരു രീതിയിലാണ് തിരുവനന്തപുരത്ത് മറ്റൊരു ഇരയെ അവർ കണ്ടെത്തുന്നത്. ഈ സുഗതൻ നല്ല ആളാണെന്നോ കേസില്ലാത്ത ആളാണെന്നോ അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വേറെ വിഷയമാണ്. അതായത് ഇവർ എന്തിനു വേണ്ടി ഇത്തരക്കാരെ ഉപയോഗപ്പെടുത്തുന്നു, അതിനവിടെ പ്രസക്തി എന്ന് പറയുന്നത്. സുഗതൻ എന്ന ധീരനായ ഒരു കൗൺസിലർ, അയാൾ കുറച്ച് തലയിടം ഉള്ള ഒരാൾ തന്നെയാണ്, നല്ല വർത്തമാനം പറയുന്ന ആൾ തന്നെയാണ്. അയാൾ അങ്ങ് ടാർഗറ്റ് ചെയ്തു. കാരണം അയാൾക്ക് കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അയാളെ ടാർഗറ്റ് ചെയ്തിട്ട് അയാളെ അങ്ങ് പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ, നിലവിൽ വട്ടിയൂർക്കാവിന്റെ കൗൺസിലറായിട്ടുള്ള സുഗതനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് 1 ഡസനിലധികം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ഇട്ടേക്കുന്നത്. അതിൽ കൊലപാതക ശ്രമമുണ്ട്, തട്ടിക്കൊണ്ടുപോകലുണ്ട്, വീട് പൊളിക്കലുണ്ട്, അങ്ങനെ ഒട്ടനവധി കേസുകളുണ്ട്. ശരിയോ തെറ്റെന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ അതൊക്കെ ഇപ്പൊ അങ്ങോട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലതാണ്. അപ്പൊ അതിന്റെ പിന്നാലെ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് CPM, അതിനുവേണ്ടി ഇറങ്ങണം. എങ്ങനെയെങ്കിലും ഒരു മെമ്പറെ അയോഗ്യനാക്കിയിട്ട് തിരുവനന്തപുരത്തിന്റെ ഭരണം തിരിച്ചു പിടിക്കണം. അല്ലാതെ സുഗതന് ശിക്ഷ വാങ്ങി കൊടുക്കുക എന്നുള്ളതല്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ശിക്ഷ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നുണ്ടെങ്കിൽ രാഹുൽ ഇപ്പോഴും CPM-ന്റെ പ്രതിയോഗിയായി നിന്നേനെ, അല്ലെങ്കിൽ രാഹുൽ ഇപ്പോഴും ശത്രുവായനെ.
ഭരണം നഷ്ടപ്പെട്ടതുകൊണ്ട് രാഹുലിന് ഇനി അവർക്ക് ആവശ്യമില്ല. ഇനി ആവശ്യം സുഗതനെയാണ്. കാര്യം സുഗതനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മാത്രമേ തിരുവനന്തപുരത്ത് അവർക്ക് ഭരണം പിടിച്ചെടുക്കാൻ പറ്റൂ. അങ്ങനെ ഭരണം പിടിച്ചെടുക്കിയാൽ മാത്രമേ കാശ് 10 ചെമ്പ് തടയുള്ളൂ. എന്നാൽ മാത്രമേ ഇവിടെ നേതാക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയിട്ട് തിരുവനന്തപുരത്ത് ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ ഉണ്ടാക്കണം. അവിടെ ഒരു ജനപ്രതിനിധിയോട്, ഇയാളൊരു ജനപ്രതിയാണല്ലോ സുഗതൻ എന്ന് പറയുന്നത്, ആ ജനപ്രതിനിധിയോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തില് രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ചുകൊണ്ട് പോയതുപോലെ അർദ്ധരാത്രിയിൽ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് പോലീസ് വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആകാശത്ത് വെടിയൊക്കെ വെച്ച് ക്രൂരമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം UDF-നും LDF-നും രണ്ടുപേർക്കും BJP താല്പര്യമില്ല. കാരണം അവരുടെ കളികൾ നടക്കില്ല. VV രാജേഷ് അത്യാവശ്യം നല്ല രീതിയിൽ ജനപ്രീതിയോടെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് രണ്ടുപേർക്കും പറ്റില്ല. അപ്പോ പിണറായിയുടെ ആ ഒരു താല്പര്യത്തിന് VD സതീശൻ നിന്ന് കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കുറച്ച് ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നത്. ഈ രീതിയിലൊന്നും കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കേസിന്റെ വഴിക്ക് അങ്ങ് പോയാൽ പോരെ. എന്തോ അങ്ങനെ പോവാത്ത? ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും അകത്ത് കിടക്കുന്ന വിധത്തിൽ, ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങൾ ഒരുക്കി വെച്ചത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ വന്നതിന് ശേഷം CPM വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്നാണ് എന്നുള്ള ഒരു വിമർശനമുണ്ട് ഭരണപക്ഷത്തിന്റെ സഹായത്തോടെ. ഇതിൽ ഏറ്റവും വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഹോം മിനിസ്റ്റർ കോൺഗ്രസ് സർക്കാരൊക്കെ പൂർണ്ണമായും മൗനം പാലിച്ചു എന്നതാണ്. അവരുടെ ഈ മൗനം ഈ വിവാദത്തിന് കൂടുതൽ ഇന്ധനമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ സുഗതൻ ജയിലിലായതുകൊണ്ട് അദ്ദേഹത്തിന് കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം കോടതി പറഞ്ഞത് സത്യപ്രതിജ്ഞ ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ 19 പേരും സത്യപ്രതിജ്ഞ ചെയ്തു. സുഗതന് ചെയ്യാൻ പറ്റില്ല. സുഗതൻ ജയിലിലാണ്. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മെമ്പർ സ്ഥാനം നഷ്ടപ്പെടും. അപ്പോൾ കോടതി ഇടപെട്ടു. 14 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനായി ജയിലിൽ നിന്ന് താൽക്കാലികമായിട്ട് പുറത്തിറക്കി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അവിടെ തീരുന്നില്ല പ്രതിസന്ധി എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് 3 കൗൺസിൽ മീറ്റുകളിൽ മിസ് ചെയ്തു കഴിഞ്ഞാൽ കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെടും എന്നൊരു വലിയൊരു പ്രതിസന്ധി നിയമപരമായിട്ടുണ്ട്. സുഗതൻ ഇതിനോടകം തന്നെ 2 മീറ്റിങ്ങുകൾ മിസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 3ാമത്തെ യോഗവും കൂടി മിസ് ചെയ്യിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൗൺസിൽ സ്ഥാനം തെറിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ സുഗതൻ എന്ന് പറയുന്ന ഈ CPM-ന്റെയും കോൺഗ്രസിന്റെയൊക്കെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ആളിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല. തിരുവനന്തപുരത്ത് ഇപ്പൊ മര്യാദയ്ക്ക് ഒരു ഭരണം നടക്കുന്നുണ്ട്. BJP ആരോ ആയിക്കോട്ടെ, മര്യാദയ്ക്ക് ഭരിക്കുന്നുണ്ടല്ലോ, അനധികൃത കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിക്കുന്നുണ്ടല്ലോ, മര്യാദയ്ക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയെങ്കിലും തകർത്തിട്ട് അതിനെ CPM-ന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ്. സുഗതൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ രാഷ്ട്രീയക്കാരാണെന്ന് കരുതരുത്. അദ്ദേഹം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ധീരനായ നേതാവാണ്. തന്റെ അനുയായികളെ, നാട്ടുകാരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ഏത് നടപടിയും സ്വീകരിക്കുന്ന, ഏത് നടപ്പാരിക്ക് ഇറങ്ങുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എന്നൊരു മുദ്ര കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു പക്ക ക്രിമിനലിന് കൊലപാതക ശ്രമം അടക്കമുള്ള കേസുകൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുള്ള 10-12 കേസിലധികം ഉള്ള ഒരു ക്രിമിനലിന് എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു വാർഡിൽ നിന്ന് ഈ ജനങ്ങൾ ജയിപ്പിച്ചുവിടുക എന്ന് ചിന്തിച്ചാൽ പോരെ. ആ നാട്ടുകാർക്ക് ഉപകാരമില്ല എന്നുണ്ടെങ്കിൽ അവർ ജയിപ്പിച്ചുവിടും. അതുകൊണ്ട് അത്തരത്തില് നാട്ടുകാരെയും അനുയായികളെയും ഒക്കെ സംരക്ഷിക്കാനായിട്ട് ഏത് രീതിയിലും ഇറങ്ങി പുറപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തില് ഒരു മുതിർന്ന നേതാവ് അല്ലെങ്കിൽ പോലും ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ശൈലി, ധൈര്യമുള്ള ഒരു നിലപാട്, ഇതൊക്കെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ സുഗതനെ ആ പ്രദേശത്ത് ജനകീയനാക്കിയിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ കോർപ്പറേഷനിലെ വലിയ വലിയ അഴിമതികൾ, അതായത് 2,53,00,000 രൂപയുടെ മിനി റവന്യൂ ടവർ അഴിമതി, അതുപോലെ പഴയ റോഡ് നിർമ്മാണത്തിലെ കൊള്ളകള്, MLA ഫണ്ടിന്റെ നഗ്നമായും ദുരുപയോഗം തുടങ്ങിയ തെളിവ് സഹിതം പുറത്തുകൊണ്ടുവന്ന സോഷ്യൽ മീഡിയ ശരിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. CPM-നെ ഏറ്റവും കൂടുതൽ പ്രകോപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, അദ്ദേഹത്തെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ളതുമല്ല, അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് പൊതുജന സേവനത്തിന്റെ ഭാഗമായി ഉണ്ടായ സംഘർഷങ്ങളാണ് എന്ന് അദ്ദേഹത്തെ അറിയുന്ന എല്ലാവരും പറയും. നമുക്കൊന്നും അത് അറിയില്ല, ഇതെങ്ങനെയാണ് ഈ കേസുകൾ ഉണ്ടായതെന്ന്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നെഞ്ചു പിരിച്ചു നിന്നപ്പോൾ ഉണ്ടായിട്ടുള്ള കേസുകൾ, ആ കേസുകളാണ് ഇന്ന് CPM-ന് സുഗതന് ഒരു വലിയ വില്ലൻ ഒരു പരിവേഷം ചാർത്തി കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ധൈര്യമുള്ള നിലപാടുകൾ തന്നെയാണ് അദ്ദേഹത്തെ പ്രതികൂട്ടിൽ നിർത്തുന്നത്. നമുക്കറിയാലോ എത്ര കേസുകൾ വരുന്നുണ്ട്. സത്യം വിളിച്ചു പറയുന്നതിന്റെ പേരിൽ എത്ര കേസുകളാണ് കഴിഞ്ഞ സർക്കാർ ജനങ്ങൾ മുന്നിലിട്ട് കൊടുത്തത്, സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ. ഇവിടെ നിരപരാധികളെ കള്ളക്കേസിൽ കുറുക്കി അകത്തിരുന്നവരെ സംബന്ധിച്ചിട്ട് ഞാൻ വരെ പറഞ്ഞിരുന്നു കേസ്. ആ പറഞ്ഞിരുന്ന കേസുകളിലൊക്കെ എന്നെ പൊങ്കാലേറ്റ സോഷ്യൽ മീഡിയക്കാരും ചാനലുകളും ഇന്നിവിടേക്ക് ഉണ്ട്. ആ കേസുകൾ കള്ളക്കേസുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വെറുതെ വിട്ടപ്പോ ഒരക്ഷരം എവറ്റകൾ മിണ്ടിയിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളിതൊക്കെ സത്യം വിളിച്ചു പറയുമ്പോൾ നമുക്കും എതിരെ ഉണ്ട് കള്ളക്കേസുകൾ.
അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഇവർക്കെതിരെ എത്രത്തോളം കേസുകൾ ഉണ്ടാകും? നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ എത്രയോ വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പോലും പിയും മന്ത്രിയുമായി വിഹരിക്കുമ്പോൾ ജനങ്ങൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ ഇങ്ങനെ ജയിലിലടച്ച് അപമാനിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. സുഗതൻ ഈ കള്ളക്കേസുകളെല്ലാം അതിജീവിച്ച് ജയിൽ മോചിതനായി പുറത്തിറങ്ങിയാൽ വീണ്ടും മത്സരിച്ചാൽ ജനങ്ങൾ അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലുള്ള ജനപ്രതി തീർക്കാൻ വേണ്ടി ഈ കോൺഗ്രസ് CPM കൂട്ടുകെട്ടിനോ പോലീസിനോ ഒന്നും കഴിയുന്നില്ല. ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിവാദം കേവലം ഒരു കൗൺസിലറുടെ അറസ്റ്റോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള ക്രൂരതയോ മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പക്ക ക്രിമിനലിനെ ശിക്ഷിച്ച് ജയിലിലിടാനുള്ള ഒരു തീരുമാനവുമല്ല. ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ അധികാര മാറ്റത്തിന്റെ കഥയാണ്. പഴയ ഭരണം നഷ്ടപ്പെടുന്നവരുടെ പ്രതികാരത്തിന്റെ കഥയാണ്. ഇപ്പോ കോർപ്പറേഷൻ ഭരണം CPMന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഈ ക്രിമിനൽ തന്നെയാണല്ലോ ഈ സുഗതൻ. അന്ന് എന്തേ ഈ സുഗതനെ പിടിച്ച് ജയിലിലിടാൻ പിണറായിയുടെ പോലീസിന് എളുപ്പം സാധിക്കുമായിരുന്നല്ലോ? എന്തേ അന്ന് ചെയ്തില്ല? ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ജനാധിപത്യം എന്നത് ജനങ്ങളുടേതാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം കുത്തകയല്ല. അല്ലെങ്കിൽ അങ്ങനെ ആരുടെയെങ്കിലും കുത്തകയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. Different angles. Don't forget to subscribe and support this channel.